ഞാൻ എല്ലാവരും കേൾക്കും. നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് അജു എന്ന് പറയുന്ന പ്രദേശം. ഇതാണ് ഇവിടെ ഒരു പള്ളി ഉണ്ട്. ഈ പള്ളിയുടെ പേരാണ് റായ പള്ളി. റായ. അപ്പൊ ഈ കാണുന്ന പള്ളി ഏതാണ്? മസ്ജിദ് റായ. ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദ് റായ. റായ പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. റായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പതാക എന്നാണ്. റായ പതാക, അതായത് പതാക നാട്ടിയ പള്ളി, പതാക നാട്ടിയ സ്ഥലത്തുള്ള പള്ളി എന്ന അർത്ഥത്തിലാണ് മസ്ജിദ് റായ എന്നറിയപ്പെടുന്നത്. ഏതാണ് ഈ പതാക? എന്നാണ് അത് നാട്ടിയത്? മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് വേദനയും പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ഹിജറ പോയ കഥ നമ്മൾ പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറയുടെ 5-ാം കൊല്ലം തിരിച്ചു വന്നിട്ടുണ്ട് ഉംറയ്ക്ക് വേണ്ടി. പക്ഷേ അന്ന് ചെയ്യാൻ അയച്ചില്ല, മടക്കി വിട്ടു. പിന്നീട് അടുത്ത വർഷം പിന്നെ ഉംറത്തുൽ ഖളാ ഉംറ ചെയ്തു. പിന്നീട് വരുന്ന വരവ് മക്കം ഫത്ഹ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിക്ക് വേണ്ടി. മക്കം ഫത്ഹ് പറഞ്ഞതാ മക്ക വിജയം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കഅബത്തിന്റെ ഉള്ളിൽ വരെ ബിംബങ്ങളെ വെച്ച് ആരാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതൊക്കെ മാറി, അതൊക്കെ എടുത്ത് മാറ്റി കഅബയുടെ മുകളിൽ കയറി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്ത് ഈ രാജ്യം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെയുള്ള ആളുകളൊക്കെ നബിയുടെ കീഴിലായ ഒരു സന്ദർഭം ഉണ്ടായി. അതിനാണെന്ന് പറയാ മക്കം ഫത്ഹ്. മക്കം ഫത്ഹിന് വരുമ്പോൾ ഒരു കൊടി ഉണ്ടായിരുന്നു. ആ കൊടി വിജയിച്ചു കഴിഞ്ഞാൽ നാട്ടേണ്ടത് ഇവിടെയാണ് എന്ന് നബി പറഞ്ഞിരുന്നു. സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ആ പതാക ഉണ്ടായിരുന്നത്. മക്കം ഫത്ഹ് വിജയം കിട്ടിയ ഉടനെ മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ പതാക പാറിപ്പിച്ച് വിജയത്തിന്റെ ആഹ്ലാദം എന്നുള്ള നിലക്ക്, വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം എന്നുള്ള നിലക്ക് ഇവിടെ പതാക ഉയർത്തി കാണിച്ചു. പതാക നാട്ടി ആ സ്ഥലത്ത് പിൽക്കാലത്ത് വന്ന പള്ളി ആയതുകൊണ്ടാണ് ഈ പള്ളിക്ക് എന്ത് പേര് വന്നത്? മസ്ജിദുർ റായ എന്ന പേര്. മക്കം ഫത്ഹിന്റെ അന്ന് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പതാക നാട്ടിയ സ്ഥലത്താണ് ഇപ്പോൾ ഈ പള്ളി നിൽക്കുന്നത്. അതാണ് മസ്ജിദുർ റായയുടെ